എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ഹോട്ടലുകളായാലും റെസ്റ്റോറൻറ്റുകളായാലും മറ്റ് ചെറിയ ഫുഡ് കഫേകളായാലും ഒക്കെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്, കാലഘട്ടമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അവർക്ക് അഹങ്കാരവും കൂടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണ് അവരുടെ രീതികൾ. വേണമെങ്കിൽ കഴിച്ചോ, വേണമെങ്കിൽ കഴിക്കണ്ട, അല്ലെ നിനക്ക് അടുത്ത ഹോട്ടലിൽ പോയി കഴിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു സ്വഭാവങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്തിടെ കാണുന്നുണ്ട്. കാരണം ഇതൊക്കെ ഈ അഹങ്കാരം അവർക്ക് അവരുടെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊക്കെ ഈ ചില ആളുകൾ കണ്ടു കഴിഞ്ഞാൽ, ചില എല്ലാവരും ഒന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നുമില്ല, അങ്ങനെ ഹോട്ടലിലെ കച്ചവടം അതുവഴി കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. എനിക്കിപ്പോൾ 2 ദിവസം മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. ഞാൻ ആലപ്പുഴ ബീച്ച് കാണാൻ ഞാൻ ആലപ്പുഴ KSRT സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ബീച്ച് വരെ ഞാൻ നടന്നിട്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ബീച്ചൊക്കെ കണ്ട് തിരിച്ച് ഇപ്പുറത്തെ ബീച്ച് റോട്ടിൽ കൂടിയാണ് ഞാൻ വരുന്നത്. അങ്ങനെ നേരെ വരുന്ന സമയത്ത് അവിടെ ഒരു കഫേ, ഒരു ഫുഡ് കോർട്ടുണ്ട്. ഇപ്പുറത്ത് വേറെ ഒന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും ബിരിയാണിക്ക് 100 രൂപ, മറ്റേ ചോറിന് 70 രൂപ, 70 രൂപ അല്ല 60 രൂപ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഫുഡ് കഫേയിൽ കയറി, ഞാൻ അവിടെ ഇരുന്നിട്ട് നെവർ മൈൻഡ്, ആരാണ് എന്താണ് ഫുഡ് കഴിക്കാൻ വന്നതാണോ, എന്താ വേണ്ടിയതെന്നുള്ള ആ ചോദ്യമൊന്നുമില്ല. വേണേ കഴിച്ചെന്നുള്ള രീതിയിലുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഇവിടെ കൊടുക്കാം. കാരണം ഞാൻ അവിടെ ഇരിക്കുന്നതെല്ലാം, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് ഞാൻ ഇപ്പുറത്തെ കടയിൽ കയറി ഒരു ബിരിയാണി കഴിച്ചു. ഞാൻ അതിൻ്റെ വീഡിയോ പിടിച്ചു. അപ്പോൾ അതിൻ്റെ ആ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ടവർക്കൊക്കെ മനസ്സിലാവും, ആലപ്പുഴ ഭാഗത്തുള്ളവർക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും. ആ ഫുഡ് കോർട്ടിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അത് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അതിന് തെളിവായിട്ട് ഞാൻ വേറെ ഒരു വീഡിയോയും കാണിക്കാം. അതിൻ്റെ അടുത്ത് ഒരു ക്ലാസിക് വലിയൊരു ലഞ്ച് ബാറുണ്ട്. ആ ബാറും ഞാൻ ഇതിനുള്ളിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ രൂപം ഏകദേശമൊക്കെ മനസ്സിലാവും, ഏതാണ് സ്ഥലമെന്നും എവിടെയാണെന്നുള്ളതും. സംഭവം ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്, ബീച്ചിൻ്റെ അടുത്തുള്ള ബാർ തന്നെയാണ്. അപ്പോൾ അവിടെയാണിത്. അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആലപ്പുഴ ഭാഗത്തുള്ള ഏകദേശം ആളുകൾക്കും കിട്ടും സംഗതി ഏതാണ് ലൊക്കേഷൻ എന്നും ഏതാണ് കടയെന്നും. ഞാൻ അതിൻ്റെ ഇപ്പുറത്തൊരു സ്ത്രീ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു ചെറിയൊരു കടയാണ്. അവിടെയും ബിരിയാണിയും ചോറൊക്കെ കൊടുക്കും. അപ്പോൾ ഞാൻ അവിടെ കയറി ഭക്ഷണം കഴിച്ചു. അപ്പോൾ ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസിക് ബാർ അതും കാണിക്കാം. അപ്പോൾ ആ ക്ലാസിക് ബാറിൻ്റെ ആ സൈഡിൽ തന്നെയാണ് ഈ ഫുഡ് കോർട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിലേക്ക് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം ഏതാണെന്നുള്ളത്. കാരണം ഇതൊന്നും പറയണ്ടെന്ന് വെക്കുമ്പോൾ ഇത് പറയിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർക്ക് അവർക്ക് തന്നെയാണ് നഷ്ടം. അതുപോലെ തന്നെ അതെല്ലാം വിശന്ന് വലഞ്ഞ് ചിലപ്പോൾ വെയിലത്തൊക്കെ വലഞ്ഞ് വരുന്ന ആളുകളുണ്ടാവും. ബസ് ഇറങ്ങിയിട്ടും കടൽ കണ്ടിട്ടും അല്ലെങ്കിൽ പല സ്ഥലത്തുനിന്ന് വരുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഒരു ആശ്രയമാണ് ഇങ്ങനെയുള്ള ഹോട്ടലുകളും ഈ ഫുഡ് കോർട്ടുകളൊക്കെ. പക്ഷേ അപ്പോൾ ഈ ഡിമാൻഡ് കാണിക്കുമ്പം അവിടെ വരുന്നവർക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. അങ്ങനെ വരുമ്പോഴാണ് ഈ വീഡിയോ പിടിക്കുന്നതും അതിന് ശക്തമായിട്ട് ഹോട്ടലുകാരായിട്ട് പ്രതികരിക്കുന്നതും. ചില ഹോട്ടലിലൊക്കെ ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് ചിലടത്ത് ഈ ഹോട്ടലൊക്കെ ഫുഡ് കോർട്ട് ആക്രമണമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കരുതും ഹോട്ടലുകാർ നിരപരാധികളാണ്, ഈ വരുന്ന ആൾക്കാരാണ് വില്ലന്മാരെന്ന്. പക്ഷേ ഇവരുടെ ഓരോ സ്വഭാവങ്ങൾ കാണിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഈ ക്ലാസിക് ബാറും ഇതിൽ കാണിക്കാം. ഒരു ക്ലാസിക് ബാറുണ്ട്, അതിൻ്റെ അടുത്താണ് ഞാൻ ഈ കയറിയ ഹോട്ടൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന് ഭയങ്കര ഡിമാൻഡാണ്. വേണമെങ്കിൽ വന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. അപ്പം ഈ ബാറ് കണക്കാക്കിയാൽ മതി. അതിൻ്റെ അപ്പുറത്താണ് ബീച്ച്. ഈ ബാറിൻ്റെ ഈ സൈഡിൽ തന്നെയാണ് ആ ഹോട്ടൽ. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ പേര് ഞാൻ നോക്കിയിട്ടില്ല. എന്തോ ഒരു ഫുഡ് ഇതാണ്. 100 രൂപയാണ് ബിരിയാണിക്ക്, 70 രൂപ ചോറിന്. അത് ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ക്ലാസിക് ബാർ. ഇവിടെ ഒരു ബിയറിന്
കെയർഫ് ബിയർ സ്ട്രോങ്ങിന് 260 രൂപയാണ്. കണ്ടില്ലേ? അപ്പോൾ അത് കണക്കാക്കി കയറിയാൽ മതി ബാറിലായ. ആ ബാറും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഈ അടുത്തിപ്പോൾ ഒരു പായസക്കട, തിരുവനന്തപുരത്ത് ഇവിടെ ഒരു പായസക്കടയെ സ്ത്രീയെ ആക്രമിച്ചെന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടിരുന്നു. അതിൻ്റെ വ്യക്തമായ തെളിവ് അങ്ങനെയല്ല. അവർ ഒരു ഫാമിലി ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. അയാളൊരു മാന്യനായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ ഇരുന്ന കുട്ടി ആദ്യമാണ് അലമ്പുണ്ടാക്കിയത്. അപ്പോൾ ഈ തള്ള കാറിൽ വന്നിട്ട്, കുട്ടിയുടെ തള്ള കാറിൽ വന്നിട്ട് ഇറങ്ങി വില്ലന്മാർ ഇറങ്ങുന്ന പോലെ ഇറങ്ങി. എന്നിട്ട് അപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു ഇതിൻ്റെ ഓണർ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ തള്ളയാണ് ഈ അമ്മയാണ് ഇതിൻ്റെ ഓണർ. അപ്പം അവരവിടെ ഒരു ഷോ കാണിച്ചു. ഇവരുമായിട്ട് നേരെ ചാടിക്കളിക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് അയാൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഈ കുട്ടി എന്തോ ഒരു പാരപ്പണി ഒപ്പിച്ചു. വണ്ടി ഇതുമേ തട്ടുക എന്തോ ചെയ്തിട്ട് അങ്ങനെ അത് എല്ലാം കൂടി പൊളിഞ്ഞ് ചാടിയതാണ്. അല്ലാതെ അയാളവിടെ അഹങ്കാരം കാണിച്ചില്ല. അപ്പോൾ ഇതുപോലുള്ള ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ വേറൊരു യൂട്യൂബർ പറഞ്ഞ് അറിഞ്ഞതാണ്. അത് അയാളുടെ ചാനൽ കണ്ടപ്പോൾ മനസ്സിലായതാണ്. അപ്പോൾ അതും കൂടി ഏതായാലും ഇതിൽ പെടുത്തണ്ട, അതൊരു വീഡിയോ പിടിക്കണമെന്ന് ഞാൻ വെച്ചതാണ്. പക്ഷേ ഈ കൂട്ടത്തെ അതും കൂടി പറഞ്ഞു നിർത്തുക. അപ്പോൾ വീഡിയോ കുറച്ചുകൂടി ലെങ്ത്ത് കിട്ടുമല്ലോ. അപ്പോൾ അതും അങ്ങനെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ശരി, എന്നാൽ ഓക്കെ, നിർത്തുന്നു. ഓക്കെ.